ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു അടിപൊളി ആർ സി കാറുമായിട്ടാണ്. ഈ ആർ സി കാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് സാധാ ടയർ കറങ്ങിയിട്ടുള്ള വർക്ക് ചെയ്യുന്നത്. നേരെ എയറിൻ്റെ ഫോഴ്സ് കൊണ്ടാണ് മുന്നോട്ടും ബാക്കോട്ടും ചലിക്കുന്നത്. ആർ സി കാറിൻ്റെ മേക്കിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ പാഡ് ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിനു വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ഫ്രീ ആയിട്ട് 4 വീല് കറങ്ങുന്ന ഒരു സാധാ ഒരു ടോയ് മാത്രമാണ്. അതിലേക്ക് ഒരു ആർ സി റിമോട്ടും അതിൻ്റെ റിസീവറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സാധാ ടോയ്സിലുള്ള ഒരു ബോർഡാണത്. പിന്നെ നമ്മൾ ഡ്രോണിനൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ ടോയ്സിലെ ഡ്രോണിന് ഉപയോഗിക്കുന്ന ചെറിയൊരു 4 വോൾട്ടിൻ്റെ മോട്ടറും അതിൻ്റെ ലീഫുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് 2 ലീഫും ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്, അല്ല ക്ലോക്ക് വൈസ് ആണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് കറങ്ങേണ്ടത്. നമ്മളെ മൊബൈൽ ഫോണിലെ 2 ബാറ്ററി ഒട്ടിച്ചെടുത്ത് 4 വോൾട്ടിൻ്റെ ഒരു ബാറ്ററിയാണ് നമ്മുടെ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഡ്രോണിൻ്റെ മോട്ടറിലേക്ക് നമ്മുടെ ഈ ലീഫ് ഇതിൽ സ്ക്രൂ വെച്ച് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. നല്ല RPM കറങ്ങുന്ന സമയത്ത് ഈ ലീഫ് പറന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ആ ഒരു ഷാഫ്റ്റിലേക്ക് ഇട്ടതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ സ്ക്രൂ നമ്മൾ നല്ലതാണ് ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ 2 മോട്ടറിൻ്റെയും മോട്ടറിലേക്കുള്ള കണക്ഷൻ ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. ആ നെഗറ്റീവ് നമ്മൾ ചെറിയ വയറാണ്, അത് നമ്മൾ ഒരു എക്സ്റ്റൻഡിലായിട്ട് വയർ എടുത്തിട്ട് സോൾഡർ ചെയ്തുകൊണ്ട് പുറത്തേക്ക് എടുക്കുക ചെയ്യുന്നത്, നീളം കൂട്ടാൻ വേണ്ടിയിട്ട്. കാരണം ഇതിൻ്റെ 2 ഫാനും ഒന്ന് പിന്നെ ഈ ഒരു ടോയ്സിൻ്റെ ഫ്രണ്ടിലും ഒന്ന് ബാക്കിലാണ്. ആ ബാക്കിൽ നിന്നും ഫ്രണ്ടിൽ നിന്നുള്ള 2 വയർ നമ്മൾ സെൻറ്ററിലാണ് നമ്മളിതിൻ്റെ കൺട്രോളിംഗ് ബോർഡ് വെക്കുന്നത്. അതുകൊണ്ട് കുറച്ച് വയറിൻ്റെ നീളം കൂട്ടുകയാണ് ചെയ്യുന്നത്. ഈ ഒരു മോട്ടറിൻ്റെ മുകളിൽ 4 വയറുണ്ട്. അതിൽ 2 വയർ മോട്ടറിൽ നിന്ന് വരുന്നതും, അതായത് ഒരു ചെറിയ നീലയും ചെറിയ ചുവപ്പും മോട്ടറിൽ നിന്ന് വരുന്നതും, മഞ്ഞയും ചുവപ്പും വലിയ തടി കൂടിയത് അത് LED ആണ്, സിഗ്നലിന് വേണ്ടിയിട്ട്. അത് നമുക്ക് ആവശ്യമില്ല. ആ മോട്ടറിൻ്റെ വയറിലാണ് നമ്മൾ ആ വയർ ജോയിൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 2 മോട്ടറിൻ്റെ വയർ ജോയിൻറ്റ് ചെയ്യണം. ഇതിൻ്റെ ഫസ്റ്റത്തെ മോട്ടർ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിലാണ് സെറ്റ് ചെയ്യുന്നത്. ഇത് ക്ലോക്ക് വൈസ് കറങ്ങുന്ന സമയത്ത് ഇതിൻ്റെ എയറിനെ ബാക്കോട്ട് തള്ളുന്ന സമയത്ത് ഇത് മുന്നോട്ടാണ് ചലിക്കുക. അതുപോലെ അന്ന് സെറ്റാക്കാൻ വേണ്ടി ഗ്ലൂ ഗൺ അതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ മോട്ടർ ഈ ടോയ്സിൻ്റെ ബാക്ക് ഭാഗത്താണ് കണക്ട് ചെയ്യുന്നത്. ഇത് ക്ലോക്ക് വൈസിൽ കറങ്ങുന്ന സമയത്ത് ഇതിൻ്റെ എയറിനെ ഫ്രണ്ടിലോട്ടാണ് തള്ളുന്നത്. ടോയ്സ് കാറിൻ്റെ ഫ്രണ്ടിലേക്കാണ് എയർ പോകുന്നത്, അപ്പോൾ അത് ബാക്കോട്ടാണ് ചലിക്കുക. നമ്മുടെ ആർ സി റിസീവറിലെ ചുവപ്പ് വയർ പോസിറ്റീവ് 5 വോൾട്ടാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഗ്രീൻ വയർ അതിൻ്റെ സ്വിച്ചിൽ കണക്ട് ചെയ്തിട്ട് സ്വിച്ചിൽ കൂടെയാണ് ന്യൂട്രൽ വരുന്നത്. നെഗറ്റീവ് വരുന്നത്, നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ബ്ലാക്ക് വയറാണ്. അതിൻ്റെ 2 ഔട്ടുകൾ, റിമോട്ട് സ്വിച്ച് നിൽക്കുന്ന 2 ഔട്ടുകൾ എന്ന് പറഞ്ഞാൽ അതിലെ നീലയും വെള്ളയുമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫാനിൽ നിന്ന് വരുന്ന, അതായത് മോട്ടറിൽ നിന്ന് വരുന്ന 2 വയർ ബ്രൗണും ബ്ലാക്കും, അതുപോലെ തന്നെ മറ്റേ മോട്ടറിൽ നിന്ന് വരുന്ന ബ്രൗണും ബ്ലാക്കും. അതിലെ ബ്രൗൺ 2 എണ്ണവും അതുപോലെ തന്നെ പോസിറ്റീവ് വയറും നമ്മൾ ഒന്നിച്ച് പിരിച്ച് സോൾഡർ ചെയ്യുക. അതുപോലെ തന്നെ ബാറ്ററിയിൽ നിന്ന് വരുന്ന പോസിറ്റീവും അതിലേക്ക് കണക്ട് ചെയ്യുക. അതുപോലെ ഇതിൻ്റെ ഒരു സ്വിച്ച് വഴിയാണ് നെഗറ്റീവ് കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ പവർ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ നെഗറ്റീവ് അതിൻ്റെ ബോർഡിലേക്ക് പോകുന്നത് കറുപ്പ് വയർ, ആ സ്വിച്ചിലേക്ക് വരുന്നത് നമ്മുടെ ബാറ്ററി കണക്ട് ചെയ്യാൻ വേണ്ടി പച്ച വയറാണുള്ളത്. ആ പച്ച വയർ നമ്മൾ ബാറ്ററിയുടെ നെഗറ്റീവിൽ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് കണക്ട് ചെയ്യാനുള്ളത് നമ്മുടെ റിമോട്ട് വയറുകളാണ്. അതായത് ബോർഡിൽ നിന്ന് വരുന്ന ബ്ലൂവും വൈറ്റും അത്
നമ്മൾ മോട്ടറിൻ്റെ ബ്ലാക്ക് വയറിൽ ഫ്രണ്ടിലേക്കുള്ള ബ്ലാക്ക് വയറിൽ വൈറ്റും അതുപോലെ തന്നെ ബാക്കിലെ മോട്ടറിൻ്റെ ലേക്കുള്ള ബ്ലാക്ക് വയറിലേക്ക് മോട്ടറിൽ നിന്ന് പറഞ്ഞ ബ്ലാക്ക് വയറിലേക്ക് ബ്ലൂ വയറും നമ്മൾ സോൾഡർ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ RC റിസീവറും ഇതിൻ്റെ സ്വിച്ച് നമ്മൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഇവിടെ ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക. ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി നമുക്കിനി കാണാം. ഓക്കെ, ബൈ.